ഈശോം സിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ചാനൽ വഴി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ദേവാലയം കല്യാൺ രൂപതയുടെ പൂന ഫൊറൈൻ്റെ കീഴിലുള്ള ലോനവാല പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള സെൻറ് മേരീസ് ചർച്ചാണ്. ഈ ചർച്ചിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോനാവാല എന്ന് പറയുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ, മലകളാലും തടാകങ്ങളാലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ലോനാവാല എന്ന് പറയുന്ന മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണിത്. മഹാരാഷ്ട്രയുടെ 2 മേജർ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ലോനാവാല. 130 കിലോമീറ്റർ അകലെ ബോംബെ സിറ്റിയും 70 കിലോമീറ്റർ അകലെ പൂനെ സിറ്റിയും അതിൻ്റെ ഇടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ദൈവം കനിഞ്ഞു നൽകിയ മനോഹാരിത ഈ പ്രദേശത്തെ വളരെ മനോഹരമാക്കുന്നു. കല്യാൺ രൂപത രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു സെൻറ് തോമസ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. 1984 മുതൽ തന്നെ ഇവിടെ ഒരു മലയാളം കമ്മ്യൂണിറ്റി തൊട്ടടുത്തുള്ള സെൻറ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന എല്ലാ 3ാമത്തെ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട് വന്നിരുന്നു. അന്നത്തെ ഒരു കാലത്ത് ഫാദർ ജസ്റ്റിൻ CMI ആണ് മലയാളം സീറോ മലബാർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത്. 1988 വരെ CMI അച്ഛന്മാരാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ആധ്യാത്മികമായ ആവശ്യങ്ങളെല്ലാം അവരാണ് അത് സഹായിച്ചു വന്നിരുന്നത്. തൊട്ടടുത്തുള്ള സെൻറ് ജോസഫ് ദേവാലയം ഒരു ലാറ്റിൻ ചർച്ചാണ്. അവരുടെ സമയവും സ്ഥലവും ഒക്കെ മലയാളം സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. സെൻറ് ജോസഫ് ദേവാലയത്തെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയും അന്ന് അവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ കാലത്താണ് സീറോ മലബാർ മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങി പള്ളി പണിയാനായിട്ട് തീരുമാനമെടുത്തത്. 1996 ലോനാവാലയുടെ ഹൃദയഭാഗത്ത് നാഗർഗാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ദേവാലയം പണിയുന്നതിനായിട്ട് സ്ഥലം വാങ്ങിയത്. പിന്നീട് ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം 2004 ഇപ്പോഴത്തെ അഭിവന്ദ്യ പിതാവ് തോമസ് ഇലവനാൽ പിതാവ് ഈ ദേവാലയം പണിയുന്നതിനായിട്ട് പെർമിഷൻ കൊടുത്തത്. 2006 ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിതാവ് തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടതും. 7 മാസത്തെ നീണ്ട ഒരു കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു ഫലമായി നവംബർ മാസത്തിൽ ഈ ദേവാലയം നമ്മുടെ അഭിവന്ദ്യ പിതാവ് തോമസ് ഇലവനാൽ പിതാവ് നവംബർ 5-ാം തീയതി ഈ ദേവാലയം കുദാശ ചെയ്യുകയും ദേവാലയം ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിൽ സുദീർഘമായി സേവനമനുഷ്ഠിച്ച ഒത്തിരി വൈദികരെയും ഞങ്ങൾ ഈ സമയം ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരുപാട് വൈദികരുടെ അധ്വാനവും പ്രാർത്ഥനയും ഈ ദേവാലയ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. 2005-2009 കാലഘട്ടങ്ങളിലാണ് ഈ ദേവാലയത്തിൻ്റെ ആദ്യ വികാരി ഫാദർ ജോസ് വാഴക്കാരയിൽ അച്ഛനാണ്. തുടർന്ന് 2009-2011 കാലഘട്ടങ്ങളിൽ വികാരിയായിട്ട് ഇവിടെ സേവനമനുഷ്ഠിച്ചത് ഫാദർ ഫ്രാൻസിസ് പെരുമാടൻ കപ്പുച്ചിൻ അച്ഛനാണ്. തുടർന്ന് 2011 കാലഘട്ടത്തിൽ ഒരു ചെറിയ ഇടവേളയിൽ ഫാദർ ഷിബു പുളിക്കൽ അച്ഛനും ഇവിടെ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2011-2013 കാലഘട്ടങ്ങളിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട ജോമോൻ കുരിശിങ്കൽ അച്ഛനാണ്. 2013 കാലഘട്ടത്തിൽ ഒരു ചെറിയ കാലയളവിൽ ഈ പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട ബിനോയ് ആലപ്പാട് CMF അച്ഛനാണ്. വീണ്ടും 2013-2014 കാലയളവിൽ ഈ പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട ഫാദർ ബോബി മുളയ്ക്കാപ്പള്ളി അച്ഛനാണ്. ആ ഒരു കാലയളവിൽ തന്നെ നമുക്കൊരു അസിസ്റ്റന്റ് വികാരിയും ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കൊമ്പൻ അച്ഛനാണ് സഹവികാരിയായിട്ട് ഈ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചത്. തുടർന്ന് 2014 കാലഘട്ടത്തിൽ ഫാദർ ബിബിൻ ചൊവ്വാട്ടുകുന്നേൽ അച്ഛനും അസിസ്റ്റന്റ് വികാരിയായിട്ട് ഈ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചു.
2014-2020 കാലഘട്ടത്തിൽ ഒരു നീണ്ട കാലഘട്ടത്തിൽ ഇവിടെ വികാരിയായി സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോൺ അച്ഛനാണ്. വീണ്ടും 2020-2023 കാലഘട്ടങ്ങളിൽ ഇവിടെ വികാരിയായി സേവനമനുഷ്ഠിച്ചത് ഫാദർ സജീഷ് പയ്യപ്പള്ളി SDV അച്ഛനാണ്. 2023-2024 കാലഘട്ടത്തിൽ ഒരു 6 മാസത്തെ കാലയളവിൽ ഈ പള്ളിയുടെ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട തോമസ് വാളപ്പനാൽ അച്ഛനാണ്. 2024 ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ ഇവിടെ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട ഫിബിൻ കാഞ്ഞിരപ്പറമ്പിൽ അച്ഛനാണ്. 2024 മെയ് 23-നാണ് ഞാൻ ഈ പള്ളിയുടെ വികാരിയായി ചാർജ് എടുത്തത്. എൻ്റെ പേര് ഫാദർ ഷെറിൻ ചേരാന്തുരുത്തി കപ്പുച്ചൻ. വളരെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ഈ ഇടവക. ഏകദേശം 16 കുടുംബങ്ങളാണ് നമുക്ക് ഈ ഇടവകയിൽ ഉള്ളത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പിതൃവേദി, മാതൃവേദി, യൂത്ത്, കാറ്റഗിസം, ഗായക സംഘം, ഓൾട്ടർ ബോയ്സ് ആൻഡ് പാരിഷ് കൗൺസിൽ ഈ ഇടവകയുടെ ഭാഗമായിട്ട് ഉണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്. എണ്ണത്തിൽ വളരെ ചുരുക്കമാണെങ്കിൽ കൂടിയും വളരെ എനർജറ്റിക്കും വൈബ്രൻറ്റുമായിട്ട് നിൽക്കുന്ന, അലൈവായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ദേവാലയത്തിലുള്ള ഇടവകാംഗങ്ങൾ എല്ലാവരും. അവരുടേതായ ആ ഒരു കഴിവുകളും പ്രയത്നവും എല്ലാം ഇടവകയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ നടത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് പിതൃവേദി, മാതൃവേദിയൊക്കെ നമ്മുടെ ഇവിടെ നമുക്ക് സിസ്റ്റേഴ്സൊന്നുമില്ല. അതുകൊണ്ട് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും, അൾത്താര അലങ്കാരം മുതൽ മറ്റു പള്ളിയുടെ എല്ലാ കാര്യങ്ങളും അവരൊക്കെ തന്നെയാണ് ചെയ്തു വരുന്നത്. ഇടവകയുടെ ഭാഗമായി നിൽക്കുന്ന പിതൃവേദി അവരെല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം അവരുടെ അധ്വാനം ഈ പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഈ ഇടവകയോട് ചേർന്ന് ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവർ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് അവർ വരികയും പള്ളിയുടെ എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അവിടെ വാഴ, പ്ലാവ്, മാവ്, തെങ്ങ് എല്ലാം ഉണ്ട്. അതിന് തടമെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഞങ്ങളുടെ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന പിതൃവേദിയാണ്. ഇടവകയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റൊരു സംഘടന എന്ന് പറയുന്നത് മാതൃവേദിയാണ്. എണ്ണത്തിൽ വളരെ കുറവാണ്, എന്നാലും ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി തന്നെ അവർ മുൻപന്തിയിലുണ്ട്. ഇപ്പോൾ ഇടവകയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും, അതോടൊപ്പം തന്നെ അൾത്താര അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യാനും ക്ലീനിങ് പരിപാടികൾ എല്ലാം അവർ വളരെ സന്തോഷത്തോടെ പള്ളിയിലേക്ക് വരികയും അതൊക്കെ ചെയ്ത് കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടവകയുടെ ആരാധനയെ വളരെ സജീവമായി നിർത്തുന്ന 2 ഘടകങ്ങളാണ് ഇടവകയുടെ കൊയറും അൾത്താര സംഘവും. അവരും വളരെ മനോഹരമായി തന്നെ അവരുടെ ശുശ്രൂഷകൾ ഈ ദേവാലയത്തിൻ്റെ ആരാധനാക്രമം എലൈവാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇനിയും ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഞങ്ങളുടെ പാരിഷ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരാണ് പാരിഷ് കൗൺസിലുള്ള എല്ലാ മെമ്പേഴ്സ് തന്നെ. ഞങ്ങളുടെ പാരിഷ് കൗൺസിൽ മീറ്റിങ്ങുകൾ എല്ലാ മാസത്തിലെയും 2ാമത്തെ ശനിയാഴ്ചകളിലാണ് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് കൂടി വരുന്നത്. ഇടവകയുടെ വിശ്വാസ കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഘടകമാണ് കാറ്റഗിസം. അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആധ്യാത്മികമായ പരിശീലനം, വിശ്വാസ പരിശീലനത്തിനൊക്കെ കാറ്റഗിസം വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഇടവക കൂടിയാണ് സെൻറ് മേരീസ് ദേവാലയം. ഈ ദേവാലയത്തിൽ 2 പ്രധാന തിരുനാളുകളാണുള്ളത്. ഈ ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയം ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാല വണക്കത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒക്ടോബർ മാസമാണ് ഞങ്ങൾ ഈ ആദ്യ തിരുനാൾ ഞങ്ങളുടെ ദേവാലയത്തിന് മുൻപുള്ള ഗ്രോട്ടോയിൽ 10 ദിവസം ജപമാലയോടുകൂടി ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. ജനുവരി മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചയിലാണ് ഈ ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ഞങ്ങൾ ആഘോഷിച്ചു വരുന്നത്. പരിശുദ്ധ അമ്മയുടെയും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും തിരുനാളുകൾ സംയുക്തമായി ഞങ്ങൾ ആഘോഷിച്ചു വരുന്നു. തിരുനാളിന് ഒരുക്കമായി നൊവേനയും, തിരുനാളിൻ്റെ ദിവസം ആഘോഷമായ പാട്ടുകുർബാനയും, പ്രദക്ഷിണവും, സ്നേഹവിരുന്നും, ഇടവക ദിനവും ഞങ്ങൾ ആഘോഷിച്ചു വരുന്നു. ഞങ്ങൾ നടത്തുന്ന മറ്റൊരു ഔട്ട്റീച്ചിങ് പ്രോഗ്രാമാണ്
തൊട്ടടുത്തുള്ള സ്നേഹസദൻ എന്ന് പറയുന്ന ഒരു ഓർഫണേജിലേക്ക് വിസിറ്റ് നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടവകയുടെ വലിയ ആഘോഷങ്ങളിലൊക്കെ ഓണാഘോഷിക്കുമ്പോഴും മറ്റ് ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ആ അനാഥരായ കുട്ടികളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഞങ്ങളുടെ സന്തോഷത്തിൽ അവരെയും ഭാഗവാക്ക് ആക്കാറുണ്ട്. ഇടവകയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു നഴ്സറി സ്കൂളുണ്ട്. ഏകദേശം 30ഓളം കുട്ടികൾ ഈ നഴ്സറി സ്കൂളിൽ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി വരുന്നു. ഫ്രാൻസിസ് ജോൺ അച്ഛൻ്റെ കാലത്താണ് ഈ നഴ്സറി ഇവിടെ ആരംഭിച്ചത്. നാനാജാതി മതസ്ഥരായ കുട്ടികൾ ഇവിടെ വരികയും പഠിക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ അവരെ ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഗാർഡൻ ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ലേലം വിളിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം പള്ളിയുടെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ ഇടവക ദേവാലയമാണ്. നമുക്ക് 16 കുടുംബങ്ങളാണ് ഈ ദേവാലയത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഇടവകയുടെ ഭാഗമായി നിൽക്കുന്ന 2 കുടുംബ യൂണിറ്റുകളാണ് നമ്മളിലുള്ളത്. വിശുദ്ധ തോമാശ്ലീഹായുടെ നാമധേയത്തിലുള്ള സെൻറ് തോമസ് യൂണിറ്റും സെൻറ് അൽഫോൺസ യൂണിറ്റുമാണ് ഈ 2 കുടുംബ യൂണിറ്റുകൾ. മാസത്തിൻ്റെ എല്ലാ 3-ാമത്തെയും 4-ാമത്തെയും ഞായറാഴ്ചകളിലാണ് കുടുംബ സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. ഈ ദേവാലയത്തോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു ഗ്രോട്ടോ കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു മനോഹരമായ ഗ്രോട്ടോ ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഫ്രാൻസിസ് പെരുമ്പാടൻ അച്ഛനാണ് പണി ആരംഭിച്ചതെങ്കിലും പണി പൂർത്തീകരിച്ചത് ബഹുമാനപ്പെട്ട ഷിബു പുളിക്കൻ അച്ഛനാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ കുരിശു വരച്ച് പോകുന്ന ഒരു പതിവ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 6:30-ക്കാണ് ആരാധനയോട് കൂടിയുള്ള കൊന്തയും അതിനുശേഷം 7 മണിക്ക് വിശുദ്ധ കുർബാനയും എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മണിക്കാണ് വിശുദ്ധ കുർബാന. 7:30-ക്ക് തന്നെ ദൈവജനമെല്ലാം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് കൂടി ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് 2 നൊവേനകളാണ് ഈ ദേവാലയത്തിലുള്ളത്. ബുധനാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേനയും ശനിയാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള നൊവേനയും ഞങ്ങൾ നടത്തി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോനാവാല എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒത്തിരി ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്തു വരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരെയും ഏറെ ഹൃദ്യമായ സ്വാഗതം ഞങ്ങളുടെ ഇടവകയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ വരാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രൂപതയിൽ തന്നെ ഹോളി വീക്കിലൊക്കെ പിൽഗ്രിമേജ് ആയിട്ട് മറ്റ് ഇടവകളിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് ആളുകൾ വരാറുണ്ട്. ലോനവാല സെൻറ് മേരീസ് ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. കാരണം തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 950 മീറ്റർ അകലെയാണ് ലോനാവാല റെയിൽവേ സ്റ്റേഷൻ. അതോടൊപ്പം തന്നെ സിറ്റിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടിയും നിങ്ങളെല്ലാവരെയും, ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും
സെൻറ് മേരീസ് ദേവാലയത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും നിങ്ങളേവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നത് ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിനോടാണ്. അവർ നടത്തുന്ന സുദീർഘമായ ഒരു സേവനം, പള്ളികളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന മനോഹരമായൊരു ശുശ്രൂഷയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എല്ലാ ടീം മെമ്പേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് പോലെ, എൻ്റെ നാമം എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിൻ്റെ മേൽ ഉണ്ടായിരിക്കും. ദൈവം ഒരു ദേവാലയത്തെ തിരഞ്ഞെടുത്തത് അത് ദൈവത്തിൻ്റെ നാമം നിലനിൽക്കാനും, അതോടൊപ്പം തന്നെ വചനം തരുന്ന മറ്റൊരു ഉറപ്പുണ്ട്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ഞാൻ ജാഗരൂകരായി ഇരിക്കുമെന്ന് ഈശോയുടെ വചനമുണ്ട്. ദേവാലയം ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ദേവാലയം ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾക്കും കണ്ണീരിനും ദൈവം ഉത്തരം നൽകിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ദേവാലയം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മ വഴി ദൈവത്തിൽ നിന്ന് നമുക്ക് അത് ലഭിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നും ഒരു വഴികാട്ടിയാണ്, മാതൃകയാണ്. ആ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്ക് നമുക്ക് നടക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.